ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, വാൾ ഡെക്കറിനെ കുറിച്ചാണ്. വാൾ ഡെക്കർ, ഇന്നലത്തെ സെയിം വാൾ ഡെക്കർ. അപ്പം അതിന് ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് പെൻസില്, സിസേഴ്സ്, കാർഡ്ബോർഡ്, ബാംബു സ്റ്റിക്ക്, കോമ്പസ്, ഗ്ലൂ, സിൽവർ ഗ്ലിറ്റർ ഫോം ഷീറ്റ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വേറൊരു 3 സെൻറ്റിമീറ്റർ വരുന്നൊരു സർക്കിൾ വരയ്ക്കണം. ഈ 2 സർക്കിൾ വരയ്ക്കുന്നത് എന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റത്തെ സർക്കിളായ 4 സെൻറ്റിമീറ്റർ സർക്കിളില്ലേ, അതിൻ്റെ ഔട്ടർ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ നിന്ന് ആ കട്ട് ചെയ്തതും വേറെ ഒരു 2-3 ക്ലിപ്പും കൂടെ ഇതിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തതിനകത്ത് എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതും ക്ഷമിക്കുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാംബു സ്റ്റിക്ക്. ബാംബു സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 32 ബാംബു സ്റ്റിക്കെങ്കിലും വേണം. നിങ്ങളുടെ ബാംബു സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും ഒരു ഈർക്കിലി ആയാലും മതിയാവും. കുറച്ച് കട്ടിയുള്ള ആ ഒരു എൻഡ് പാർട്ടിലേക്ക് വരുന്ന ഈർക്കിലി കുറച്ച് കട്ടിയുള്ള ഭാഗം അതായാലും ഇഷ്യൂ ഇല്ല, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 15 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സർക്കിളില്ലേ, ഉള്ളിൽ വരച്ച സർക്കിൾ എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതേ, എനിക്ക് ആ ബാംബു സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉള്ളിൽ ആ സർക്കിൾ വരച്ചത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കണ്ട, ഇഷ്യൂ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എങ്കോണിച്ച് കയറ്റി ഒട്ടിച്ചു, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാനൊരു സർക്കിൾ വരച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ എല്ലാം അടയാളപ്പെടുത്തി വരച്ചു വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 32 എണ്ണം ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു സിമ്മട്രിക്കൽ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു പോകാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലയിടത്ത് ഗ്യാപ്പ് കൂടുതൽ, ചിലയിടത്ത് ഗ്യാപ്പ് കുറവ്, ആ ഒരു അവസ്ഥ വരും. എനിക്ക് ആ ഒരു അവസ്ഥ വരണ്ട. പിന്നെ എനിക്ക് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിക്ക് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തു. 32 എണ്ണം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെറ്റൽസ് സെറ്റാക്കണം. ഇനി നമ്മൾ നേരെ പോകുന്നത് പെറ്റൽസ് സെറ്റാക്കാനാണ്. പെറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത് കണ്ടു കാണുമല്ലോ, കാർഡ്ബോർഡ് കൊണ്ടും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. മടി കാരണം ഞാനത് കാർഡ്ബോർഡ് എടുത്ത് കട്ട് ചെയ്യാൻ നിന്നില്ല. കാരണം കാർഡ്ബോർഡിന് കുറച്ച് കട്ടിയുള്ളതല്ലേ. ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നമ്മൾ കാവ കുടിക്കൂലേ, ഈ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പുണ്ട്, കറുപ്പ് കളറാണ്. ആ കപ്പിനകത്തു നിന്നാണ് ഞാൻ ഈ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ചെറിയ കപ്പായതുകൊണ്ടും പിന്നെ എനിക്ക് ചെറിയ പെറ്റൽസേ വേണ്ടൂ, വലിയ പെറ്റൽസ് വേണ്ട. അതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പിൽ നിന്ന് ഞാൻ 3 പെറ്റൽസ് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും കിട്ടുള്ളൂ. പിന്നെ കഷ്ടപ്പെട്ട് അതിനകത്ത് ഇനി എക്സ്ട്രാ കപ്പ് മുറിക്കാനുള്ളൊരു അതിനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു കപ്പിൽ നിന്ന് 3 എണ്ണം വെച്ചാൽ കട്ട് ചെയ്തെടുത്ത്. അങ്ങനെ കട്ട് ചെയ്ത് എത്ര എണ്ണം വേണം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നമുക്ക് ഏകദേശം 64 എണ്ണം വേണം. കാരണം ഒരു ബാംബു സ്റ്റിക്കിൽ നമ്മൾ ഒട്ടിക്കുന്നത് 2 എണ്ണം വെച്ചിട്ടാണ്. 32 ബാംബു സ്റ്റിക്ക് ഉണ്ട്, ഇരട്ടി വേണം 64. അപ്പോൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളിൽ നിന്ന് കറക്റ്റ് ഒരു ഏകദേശം ഒരു ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ മറ്റേ പെറ്റൽസ് ഒട്ടിക്കുന്നത്. പെറ്റൽസ് ഒട്ടിക്കുന്നത്. അപ്പോൾ പെറ്റൽസ് ഒട്ടിക്കുന്നതും പിന്നെ ഒന്നിടവിട്ടും കൂടിയാണ്. ഒരു ബാംബു സ്റ്റിക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്ന കാണാം. അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നിടവിട്ട് അങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത്. കാരണം ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം ഒരേ പൊസിഷനിലായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് കണ്ടിന്യൂസ് ഒട്ടിച്ച് പോകാം. ഇതങ്ങനെയല്ല, ഇത് ഒന്നിടവിട്ടായതുകൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടാവും. ലാസ്റ്റ് പിന്നെ തല പുകയേണ്ടി വരും. സോ ഞാൻ എളുപ്പത്തിന് ഞാനത് ആദ്യത്തെ എല്ലാം ഒരുമിച്ച് അങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് പോവുകയാണ് ചെയ്തത്. അതിന് ശേഷം ഫുള്ളായിട്ട് ഒട്ടിക്കുന്നില്ല, കുറച്ച് ഭാഗം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. അപ്പം ബാക്കിയുള്ള അതിൻ്റെ പാർട്ടിലേക്ക് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് തിരിയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയേണ്ടത് ഞാൻ എത്രത്തോളം സ്ഥലം വിട്ടു, 1 ഇഞ്ച് ഏകദേശം വിടുന്നുണ്ട്. 1 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത്. തിരിയുന്നുണ്ടല്ലോ അല്ലേ? ഇനി സെക്കൻഡത്തെ പെറ്റിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് ഭാഗം വരുന്ന ബാംബു സ്റ്റിക്കിൻ്റെ എൻഡ് ഭാഗം പ്ലസ് നമ്മുടെ പെറ്റലിൻ്റെ ആ ടിപ്പ്, അത് രണ്ടും ഒരേ അലൈൻമെൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ പെറ്റൽസിൻ്റെ വരുന്ന, അതായത് തുടങ്ങുന്ന ഭാഗമില്ലേ, ഭാഗം, ആ ഭാഗം എന്ന് പറയുന്നത് ഉള്ളിലോട്ടിരിക്കണം. അത് എൻ്റെ ഭാഗത്ത് മീൻസ് അറ്റത്തല്ല ഉണ്ടാവേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒട്ടിച്ച
പെറ്റൽസിൻ്റെ സെയിം സ്ട്രാൻഡേർഡിൽ വരുന്ന പെറ്റൽസിൻ്റെ കാര്യമാണ് ഞാനീ പറയണത്. മനസ്സിലാകുന്നില്ലേ? വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബാംബൂ സ്റ്റിക്കിൻ്റെ എൻഡും നമ്മുടെ പെറ്റലിൻ്റെ ടിപ്പും ഒരേ അലൈൻമെൻറ്റ്. തിരിഞ്ഞല്ലോ? അത് തന്നെ പരിപാടി. അപ്പോൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് പോവാം. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ അകത്തെ, അതായത് നടുക്ക് നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഒരു ബാംബൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടിച്ചു പോകേണ്ടത്. ഞാൻ ആദ്യം ഒരു സ്റ്റാൻഡിലുള്ള പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡ് ഒട്ടിച്ചത്. കൺഫ്യൂഷൻ ആവും, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു പോയത്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ല, നിങ്ങളെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു പോവാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയാണെങ്കിൽ നമുക്കധികം തല പോയിക്കാണ്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡത്തേത്, അതായത് നമ്മളെ വെറുതെ ഒഴിഞ്ഞു കേട്ട സ്റ്റാൻഡ് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓപ്പോസിറ്റ് രണ്ട് സ്റ്റാൻഡിൻ്റെയും ഇടയ്ക്കൊരു ഭാഗത്ത് പെറ്റൽസ് ഇല്ലല്ലോ, ആ സെൻറ്റർ പോർഷനിലാണ് ഞാനൊരു പെറ്റൽ ഒട്ടിക്കുന്നത്. ഇനി സെക്കൻഡ് പെറ്റൽ എന്ന് പറയുന്നത് ആ ടിപ്പിൽ നമ്മുടെ ആ പെറ്റലിൻ്റെ പോലത്തെ വരുന്ന ഭാഗം ഒട്ടിച്ചു വെക്കുക. അതായത് അതിൻ്റെ ടിപ്പിലേക്ക് നമ്മുടെ ബാംബൂ സ്റ്റിക്ക് ഇല്ല, അതിൻ്റെ എൻഡിൽ മാത്രം ബാംബൂ സ്റ്റിക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു പോയിട്ടുള്ളത്. അതായത് നമ്മുടെ ഫ്രീ ആയിട്ടുള്ളതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളതിൻ്റെ ആ ഒരു ഫ്രീ സ്പേസിലാണ് ഫസ്റ്റ് പെറ്റൽ ഒട്ടിക്കുക. സെക്കൻഡ് പെറ്റൽ എന്ന് പറയുന്നത് ടിപ്പിൽ, ആ ബാംബൂ സ്റ്റിക്കിൻ്റെ ടിപ്പിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ടിപ്പിൽ, അതായത് ടിപ്പിൽ ജസ്റ്റ് തൊട്ട് വെക്കുക എന്നുള്ള രീതിക്കാണ് വെക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പകുതി പണി തീരും. കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണിത്. പക്ഷേ ഇതിൻ്റെ എൻഡ് റിസൾട്ട് അടിപൊളി ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് വേർത്താന്ന് പറയില്ലേ, അത് തന്നെ പരിപാടി. അതൊക്കെ നമ്മൾ ഈ ഭിത്തിമേൽ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ബ്ലാക്ക് കളർ ഒട്ടിച്ച് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വട്ടത്തിൽ നമുക്ക് ബ്ലാക്ക് കളർ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ബോധോദയം വന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ആ മീൻസ് ആ ഒരു ബാംബൂ സ്റ്റിക്ക് മാത്രം ഓൾറെഡി കളർ ചെയ്തിട്ടെടുത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം കളർ ചെയ്ത് കൊടുത്താൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലാക്ക് കളർ മീൻസ് ആ റൗണ്ട് സർഫസിലേക്കാണ് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് 4 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു അബദ്ധം കൂടെ, നേരത്തെ ഒരു ക്ലിപ്പ് പോയതുപോലെ ഇതിനകത്ത് ഇനി ഒരു ക്ലിപ്പും കൂടെ പോകുന്നുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. നമ്മൾ ആ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ സാധനം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത്. ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാൻ അളന്നിട്ട് വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.